ഓൾ. ഞാൻ വിദ്യ, ഹരിതം ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ അവതരിപ്പിക്കുന്ന ഓഡിയോ ടേപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കുട്ടികളിലെ പരീക്ഷാ ഭയം അഥവാ എക്സാം ആൻസൈറ്റി. ഇപ്പോൾ പരീക്ഷാ സമയത്ത് പല കുട്ടികളിലും ഭയം, ഉത്കണ്ഠ, കരച്ചിൽ, വയറുവേദന, തലവേദന, പഠിക്കാനിരിക്കാൻ പോലും മടിക്കൽ എന്നിവ കാണുന്നുണ്ട്. പല മാതാപിതാക്കളും ഇത് മടുപ്പോ അനുസരണക്കേടോ എന്ന് കരുതാറുണ്ട്. പക്ഷേ പലപ്പോഴും അതിൻ്റെ പിന്നിൽ ഉള്ളത് ഉത്കണ്ഠയാണ്. ആൻസൈറ്റി അഥവാ ഉത്കണ്ഠ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ. ഒരു ഭയം അല്ലെങ്കിൽ ആശങ്ക തോന്നുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ പ്രതികരിക്കുന്ന അവസ്ഥയാണ് ഉത്കണ്ഠ. ഹൃദയമിടിപ്പ് കൂടുക, കാലിൽ അല്ലെങ്കിൽ കയ്യിൽ വിയർപ്പ് വരിക, ശാന്തമായി ഇരിക്കാൻ കഴിയാതിരിക്കുക, എനിക്ക് ഒന്നും പറ്റില്ല എന്ന പോലുള്ള ചിന്തകൾ വരിക, ശ്രദ്ധ കുറയുക എന്നിവ അതിൻ്റെ ഭാഗങ്ങളാണ്. കുറച്ച് ഉത്കണ്ഠ സാധാരണമാണ്. അത് നമ്മളെ കൂടുതൽ ശ്രദ്ധയോടെ തയ്യാറാകാൻ സഹായിക്കും. പക്ഷേ അതിരുകടന്നാൽ അത് പഠനത്തെയും ആത്മവിശ്വാസത്തെയും ബാധിക്കും. പരീക്ഷാഭയം എന്നത് പരീക്ഷയോ അതിൻ്റെ ഫലത്തെയോ കുറിച്ചുള്ള അതിയായ ഭയവും മാനസിക സമ്മർദ്ദവും ആണ്. ചില കുട്ടികൾ പഠിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല എന്ന് പറയും. ചിലർ പരീക്ഷയ്ക്ക് മുൻപ് കരയും. ചിലർക്ക് വയറുവേദനയും തലവേദനയും ഉണ്ടാകും. ചിലർ ഉറങ്ങാൻ കഴിയാതെ ഇരിക്കും. ചിലർക്ക് നന്നായി ഹൃദയമിടിപ്പ് കൂടും. ചിലർ സ്കൂളിൽ പോകാൻ വിസമ്മതിക്കും. ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ അത് ഗൗരവമായി കാണണം. പരീക്ഷാഭയം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് മാതാപിതാക്കളുടെ അധിക പ്രതീക്ഷകളാണ്. ഫസ്റ്റ് വേണം, ഫുൾ മാർക്ക് വേണം, നമ്മളെ ലജ്ജിപ്പിക്കരുത് എന്നൊക്കെയുള്ള വാക്കുകൾ കുട്ടിക്ക് വലിയ സമ്മർദ്ദമാകും. പ്രോത്സാഹനം നല്ലതാണ്, പക്ഷേ സമ്മർദ്ദം കൂടുമ്പോൾ അത് ഭയമായി മാറും. കുട്ടികൾക്ക് പരാജയവും ഭയവും കൂടുതലായിരിക്കും. തോറ്റാൽ അമ്മയും
അച്ഛനും വിഷമിക്കുക. അച്ഛൻ അല്ലെങ്കിൽ ടീച്ചർ എന്നെ ശകാരിക്കുന്നു എന്ന ചിന്തകൾ അവരെ അലട്ടും. മറ്റുള്ള കുട്ടികളുമായി താരതമ്യം ചെയ്യുന്നതും ആത്മവിശ്വാസം കുറയ്ക്കും. അടുത്ത വീട്ടിലെ കുട്ടി ഫസ്റ്റ്, അവൾ വളരെ നന്നായി പഠിക്കുന്നു എന്നിങ്ങനെ പറയുന്നത് കുട്ടിയുടെ മനസ്സിൽ അവൻ പോരെന്ന ബോധം ഉണ്ടാക്കും. ചിലപ്പോൾ പഠനക്രമം ശരിയായില്ലെങ്കിലും ഭയം കൂടും. സമയം ശരിയായി വിനിയോഗിക്കാതെ അവസാന നിമിഷം പഠിക്കാൻ ശ്രമിക്കുന്നത് കുട്ടിയെ ഭയപ്പെടുത്തും. ചില കുട്ടികൾ സ്വഭാവപരമായി കൂടുതൽ ചിന്തിക്കുന്നവരും പൂർണ്ണത വേണമെന്ന് ആഗ്രഹിക്കുന്നവരുമായിരിക്കും. അത്തരം കുട്ടികളിൽ പരീക്ഷാഭയം കൂടുതൽ കാണാം. മാതാപിതാക്കളായി ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർക്ക് മാത്രമല്ല ജീവിതം എന്നതാണ്. സന്തോഷമുള്ള കുട്ടിയാണ് നന്നായി പഠിക്കുക. ശകാരിച്ചും ഭീഷണിപ്പെടുത്തിയും കുറച്ച് സമയത്തേക്ക് നിയന്ത്രണം നേടാം. പക്ഷേ അത് ഉള്ളിലെ ഭയം കൂട്ടും. കുട്ടി ഭയം പറയുമ്പോൾ ഇതൊക്കെ ചെറിയ കാര്യമല്ലേ എന്ന് പറയാതെ നിനക്ക് ഭയം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്ന് പറയുക. ഈ ചെറിയ വാക്കുകൾ പോലും വലിയ ആശ്വാസം നൽകും. കുട്ടിക്ക് സുരക്ഷിതത്വം നൽകുന്ന രീതിയിൽ സംസാരിക്കുക. നിനക്ക് കഴിയുന്നത്ര ശ്രമിക്കൂ. എന്ത് ഫലം വന്നാലും ഞങ്ങൾ നിന്നെ പിന്തുണയ്ക്കും എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ മനസ്സ് ശാന്തമാകും. ശരിയായ പഠനക്രമം ഉണ്ടാക്കാൻ സഹായിക്കുക. ഇടവേളകൾ നൽകുക. മതിയായ ഉറക്കം ഉറപ്പാക്കുക. താരതമ്യം ഒഴിവാക്കുക. ഓരോ കുട്ടിയും വ്യത്യസ്തരാണ് എന്ന സത്യത്തെ അംഗീകരിക്കുക. പരീക്ഷയെക്കുറിച്ച് അവസാനം ഒരു കാര്യം പറയട്ടെ. ചിലപ്പോൾ ഭയം തോന്നുന്നത് തെറ്റല്ല. എല്ലായ്പ്പോഴും ശാന്തമായി ഇരിക്കണം എന്നല്ല. ഭയം വന്നാൽ എനിക്ക് എന്തോ വലിയ പ്രശ്നമുണ്ട് എന്ന് കരുതേണ്ട. അത് സാധാരണ മനുഷ്യരുടെ ഒരു സ്വാഭാവിക അനുഭവമാണ്. പക്ഷേ അത് അധികമായാൽ പഠിച്ചതൊക്കെ ഓർമ്മിക്കാൻ ബുദ്ധിമുട്ട് വരാം. പരീക്ഷയിൽ എഴുതുന്ന രീതിയും ബാധിക്കാം. അതുകൊണ്ട് ഭയം തള്ളിക്കളയാതെ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് കുട്ടിയെ സഹായിക്കുകയാണ് പ്രധാനം. വീട്ടിൽ തന്നെ ചെറിയ പരീക്ഷ പോലുള്ള
സാഹചര്യം ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. ഒരു സമയം നിശ്ചയിച്ച് ശാന്തമായ സ്ഥലത്ത് കുട്ടിയെ പരീക്ഷ പോലെ എഴുതാൻ ഇരുത്തുക. ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ യഥാർത്ഥ പരീക്ഷ സമയത്ത് ഭയം കുറയും, ആത്മവിശ്വാസം കൂടും. കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുക. അവരെ ചെയ്യുന്ന ശ്രമം അഭിനന്ദിക്കുക. മാർക്ക് മാത്രം നോക്കരുത്. കുട്ടി സുരക്ഷിതമായി ഫീൽ ചെയ്യുന്ന വീട്ടിലാണ് അവൻ കൂടുതൽ ആത്മവിശ്വാസത്തോടെ വളരുന്നത്. അവസാനമായി ഒരു കാര്യം പറയാം. കുട്ടി വളരെ അധികം ഭയപ്പെടുകയോ പരീക്ഷ മുഴുവനായി ഒഴിവാക്കുകയോ നിരന്തരം കരയുകയോ ശരീര അസ്വസ്ഥതകൾ ആവർത്തിക്കുകയോ ചെയ്താൽ മനഃശാസ്ത്ര വിദഗ്ധരെ സഹായം തേടുന്നത് നല്ലതാണ്. കുട്ടിയുടെ മനസ്സിൻ്റെ ആരോഗ്യം വളരെ പ്രധാനമാണ്. ആത്മവിശ്വാസം ജീവിതകാലം മുഴുവൻ കൂടെയുണ്ടാകും. കുട്ടിക്ക് കൂടുതൽ പിന്തുണയും കുറവ് സമ്മർദ്ദവും നൽകുക. അപ്പോൾ അവർ സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോകും. ഈ ഓഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. നന്ദി.